പ്രിയമുള്ളവരെ, ഇന്ന് വിയലത്തി വ്ളോഗ്സിലൂടെ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. പ്രകൃതി രമണീയമായ സുന്ദരമായ കാഴ്ചകളൊക്കെ നമുക്ക് ഒത്തിരി കാണാനുണ്ട്, ഒത്തിരി വിശേഷങ്ങളുണ്ട്. കണ്ണിന് സുഖമുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്നത് പോലെ തന്നെ മനസ്സിന് സന്തോഷമുള്ള ഒരുപാട് വാർത്തകളെ കൂടി ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു മനോഹരമായ വീഡിയോ ആയിട്ടാണ് വിയലത്തി വ്ളോഗ്സിലൂടെ ഇന്ന് നിങ്ങളിലേക്ക് കടന്നു വന്നത്. പ്രിയമുള്ളവരെ, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനാചരണത്തിൻ്റെ ഭാഗമായി റീ എക്കോ 35ാം വാർഷിക വിളംബര ജാഥയുടെ ഭാഗമായി എനിക്ക് കിട്ടിയ ഒരു അവസരത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാഴ്ചകളാണ് മാന്യപ്രേക്ഷകർക്ക് മുമ്പിൽ ഈ വീഡിയോയിലൂടെ എത്തിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇനി കാണാനിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ ഉള്ള ഇടത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗം കോതമംഗലം തട്ടേക്കാട് റൂട്ടിൽ കീരാൻപാറ എന്ന സ്ഥലത്ത് വന്ന് ഇടത്തോട്ട് വന്നാൽ ഇടമലയാർ റൂട്ടിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏകദേശം കോതമംഗലത്ത് നിന്ന് 12 കിലോമീറ്ററാണ് ഈ സൈറ്റിലേക്ക് എത്തിച്ചേരാനുള്ള ദൂരപരിധി. ഇവിടെ വന്നാൽ 3ഓളം കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഒന്ന് ഭൂതത്താൻകെട്ട് ഡാമാണ്, മറ്റൊന്ന് ഡാമിന് മുകളിലൂടെ കടന്നാൽ കിട്ടുന്ന ഫോറസ്റ്റ് ഏരിയയാണ്. ഫോറസ്റ്റിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഒത്തിരി കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. ആ കാട്ടിനുള്ളിൽ പല പല ഇനം മരങ്ങളുണ്ട്, കൂടാതെ ഗുഹയുണ്ട്. അതുപോലെ വന്യമൃഗങ്ങളൊക്കെ ഇടയ്ക്ക് സഞ്ചരിക്കുന്ന ഏരിയ കൂടെയാണ്. നമുക്ക് തനിച്ചൊരിക്കലും കാട്ടിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല. അതിനുള്ള സെക്യൂരിറ്റി ഗാർഡന്മാരുണ്ട്. അവരുടെ സഹായത്താൽ, അവരുടെ നിയന്ത്രണത്തിൽ നമുക്ക് കാട്ടിനുള്ളിൽ വിശദമായിട്ട് നടന്ന് കാണാനും അതിൻ്റെ ഉള്ളിലുള്ള അത്ഭുതപ്പെടുത്തുന്ന വ്യത്യസ്തങ്ങളായ മരങ്ങളും പാറക്കെട്ടുകളും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ആയിട്ട് വിവരിച്ച് തരാൻ വേണ്ടി അവിടെ ഗാർഡന്മാർ സജീവമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മൂന്നാമതായിട്ട് കാണാനുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരു സൈഡിലുമായി പച്ച പരവതാനി വിരിച്ച് കണ്ണെത്താ ദൂരത്ത് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ്. മനസ്സിന് ഒത്തിരി സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന കാഴ്ചകളൊക്കെയാണ്. പ്രകൃതി ഒരുക്കിയ നാച്ചുറൽ സൗന്ദര്യം ആസ്വദിക്കാൻ താല്പര്യപ്പെടുന്ന പ്രേക്ഷകർക്ക് ഈ ഒരു ലൊക്കേഷൻ ഒത്തിരി ഉപകാരപ്രദമാകും, ഇഷ്ടമാകും എന്ന് വിശ്വസിക്കുന്നു. ഇരു സൈഡിലുമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹരിതവനത്തിൽ ഒത്തിരി ദേശാടന പക്ഷികളുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കൂടെ സഞ്ചരിച്ച ആളുകളാണ് ബോട്ടിൽ. അവരിങ്ങനെ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെ നിയന്ത്രിച്ച് പോരുന്ന കപ്പിത്താന് മുമ്പിലുണ്ട്. അദ്ദേഹം സസൂക്ഷ്മം അദ്ദേഹത്തിൻ്റെ ജോലി ഉത്തരവാദിത്തോടെ നിറവേറ്റുന്നുണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ യാത്രക്കാർക്ക് കാണാൻ, ടൂറിസ്റ്റുകൾക്ക് ഇവിടുത്തെ സൗന്ദര്യം ഒപ്പിയെടുക്കാനും അത് നോക്കിക്കാണാനൊക്കെയുള്ള അവസരങ്ങൾ ഒരുക്കുന്നു.
ചെറുതും വലുതുമായ ഒത്തിരി ബോട്ടുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചുറ്റിക്കറങ്ങി റിട്ടം വരുന്ന മറ്റൊരു ബോട്ടാണ് ദൂരെയായിട്ട് നിങ്ങൾ കാണുന്നത്. പ്രകൃതി ഒരുക്കിയ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനോഹരമായൊരു ഗാനവുമായിട്ട് ഞങ്ങളെ കൂടെയുള്ള ഒരു കാരണവർ അദ്ദേഹം ഒത്തിരി പാട്ടുകളാണ് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തന്നത്. അദ്ദേഹം മുഹമ്മദ് റാഫിയുടെ ഒരു ഫാനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ കൂടുതലും മുഹമ്മദ് റാഫി സാറിൻ്റെ പാട്ടുകളാണ് കേൾക്കാനിടയായത്. ദൂരെയായി 2 മലകൾ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതുപോലെ ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് ഇരുവശത്തുമായിട്ട് കാണാനുള്ളത്. അതിലൂടെ ഉള്ള ഈ ബോട്ട് യാത്ര എത്ര വന്നാലും എത്ര യാത്ര ചെയ്താലും മതി വരാത്ത ഒരു വല്ലാത്ത ഒരു അനുഭൂതി തന്നെയാണ് ഈ യാത്രയിൽ അനുഭവപ്പെട്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി ഒരുക്കിയ ഇതുപോലെയുള്ള നാച്ചുറൽ സൗന്ദര്യം, പുഴയിലൂടെ ബോട്ടിലൂടെ സഞ്ചരിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന അത്തരം കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു ഏരിയ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ യാത്ര തന്നെ പ്രകൃതി സ്നേഹികളെ കൂടെയായിരുന്നു. പ്രകൃതിയെ പരിപാലിക്കുന്ന ജൈവ കർഷകരായിരിക്കുന്ന ആളുകളൊക്കെയായി ബന്ധപ്പെട്ട ഒരു കൂട്ടാണ്. അവരുമായി ബന്ധപ്പെട്ട ഒരു കൂടിച്ചേരലിൽ എൻ്റെ നാട്ടുകാരനും എനിക്കേറെ അവസരങ്ങൾ ഒരുക്കി തരുന്നതുമായ നെടുവഞ്ചേരി കുഞ്ഞിബാവ സാഹിബാണ് ഇങ്ങനെ ഒരു ടീമിനെ പരിചയപ്പെടുത്തിയതും ഇങ്ങനെ ഒരു യാത്രക്കുള്ളൊരു അവസരം ഒരുക്കിയതും. ഈ സമയത്ത് അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്.
പെരിയാർ നദിയിലൂടെ ബോട്ടിലൂടെയുള്ള സവാരിയിൽ ശ്രദ്ധയിൽപ്പെട്ട പ്രകൃതിയുടെ അതിമനോഹരമായ കാഴ്ചകളാണ് വിശാലമായിട്ട് തന്നെ നമ്മൾ കണ്ടത്. ദൂരെയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാകും ഭൂതത്താൻ കെട്ട് ഡാമാണ് ദൂരെയായിട്ട് കാണുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് കാണാനുള്ള കാഴ്ച അതാണ്. അതുമാത്രമല്ല കാട്ടിൽ വെച്ച് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ ചേച്ചിമാർ നമുക്കായി നൽകിയ നാടൻ പാട്ടുകളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.